ഈ ആധുനിക കാലത്തും ഉമ്മ കൊഞ്ചിച്ച് വളർത്തിയ ചില പുതിയ അപ്പളമാരുണ്ടാവും. ഉമ്മക്ക് കുറെ കാലം കഴിഞ്ഞുണ്ടായ കുട്ടിയായിരിക്കും ചിലപ്പോ, അല്ലെങ്കിൽ ഉമ്മക്ക് കുട്ടികളോട് അങ്ങനെ ആയിരിക്കും, ഭയങ്കരമായ ബന്ധമായിരിക്കും. അങ്ങനെ ആ കുട്ടി വലുതാകുന്നു, അവൻ കല്യാണമൊക്കെ കഴിക്കുന്നു. അതിനുശേഷം ഉമ്മാക്ക് അവൻ പഴയ കുട്ടിയാന്നുള്ള ആ ഒരു നൊസ്റ്റാൾജിയ മാറുന്നില്ലേ? എല്ലാം ഉമ്മാനോട് ചെയ്തിരിക്കണം. ആ 2 ആഴ്ച കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്ന് വരികയാണ് ഈ ഭർത്താവുന്ന ചങ്ങാതി. ഉമ്മാന്റെ ഒപ്പം തന്നെ നിൽക്കണം. ഉമ്മ അപ്പോഴേ അവനോടൊപ്പം യാത്ര തുടങ്ങും. അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോകണ്ട പോരും എന്ന് പറഞ്ഞിട്ട്. അപ്രകാരം തന്നെ ജോലി സ്ഥലത്തേക്ക് പോയാൽ കോൾ ചെയ്യേണ്ടത് ഉമ്മനോടാണ്. ഭാര്യനോട് സംസാരിക്കേണ്ടതൊക്കെ ഉമ്മ വഴിയാവണം. അങ്ങനത്തെ ചില മഠയന്മാർ ഈ ലോകത്തുണ്ട്. ഉമ്മാനെ പരമാവധിക്കപ്പുറം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ഉമ്മയ്ക്ക് വേണ്ടി സേവനം ചെയ്യുകയൊക്കെ വേണം. പക്ഷേ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാകുന്ന ദാമ്പത്യത്തിലും കുടുംബ ബന്ധത്തിലും ഒരു നിലക്കും വിഘ്നം വരാൻ പാടില്ല. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്നറിയാമോ? ഈ പെണ്ണിന് എല്ലാ അർത്ഥത്തിലുമുള്ള മാനസികമായ സമ്മർദ്ദങ്ങളായിരിക്കും. ഇതിന് ഇതൊരു അസുഖമാണ്, ശരിക്കും മാനസിക രോഗമാണ്. അമിത വൈകാരികമായ ആശ്രയത്വം എന്നാണ് ഇതിനെപ്പറ്റി പറയാം. എന്തും മനോട് അദ്ദേഹം വീട്ടിൽ വന്നിട്ട് 2 ദിവസം മാത്രം നിൽക്കുമ്പോ അങ്ങാടി പോകുമ്പോ അമ്മ ഞാൻ